പരാതിക്കാരിലേക്ക് ഒന്ന് പോവുകയാണ്. ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ സന്ദീപ് വാര്യർ സംസാരിക്കുന്ന സമയത്ത് നടി ആക്രമിക്കപ്പെട്ട കാര്യവും അതിനുശേഷം പാർവതി തിരുവോത്തിന്റെ പോരാട്ടവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഈ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ആ കേസിൽ 8-ാം പ്രതിക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത ആളാണ് താങ്കൾ. സമാനമല്ലെങ്കിൽ കൂടിയും അത്രത്തോളം ഭീകരമല്ലെങ്കിൽ കൂടിയും ഒരു തിക്താനുഭവത്തിൽ പരാതി കൊടുത്ത താങ്കൾ ദിലീപിനുള്ള ആ പിന്തുണ പിൻവലിക്കുന്നുണ്ടോ ഇപ്പോൾ? എക്സാക്ട്ലി. അത് ആക്രമിക്കപ്പെട്ട എനിക്ക് ഈ മെൻ്റൽ ട്രോമയിലൂടെ പോയപ്പോൾ മനസ്സിലായി, നമ്മൾ ഈ ചെറിയ വിഷയത്തിൽ ഇത്രത്തോളം ഇതിനകത്തേക്ക് വന്ന് ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ തന്നെ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. എൻ്റെ ഒരു കൺസേൺ ഇപ്പോഴും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള വിദഗ്ധന്മാരോട് ചോദിച്ചപ്പോഴും ഈ പറയുന്ന ആരോപിക്കപ്പെടുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായ ഒരു തെളിവ് എൻ്റെ അറിവില്ലായ്മയാണെന്ന് അറിയത്തില്ല, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഡയറക്റ്റ് അദ്ദേഹം ഈ ഒരു കൃത്യത്തിൽ ഡയറക്റ്റ് പങ്കെടുത്തെന്നോ ജോർജ് ജോസഫ് സാർ അതിന് മറുപടി എങ്ങനെയാണ് 8-ാം പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പൾസർ സുനിയുമായുള്ള ബന്ധമൊക്കെ അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലാണ്. പിന്നെ വിചാരണ, അത് കോടതിയുടെ കാര്യം, വേറെ കാര്യം. ശരി, അതെ അതെ. എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് ആ അറിവില്ലായ്മ കൊണ്ടൊരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിരുപാധികം ഞാൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നു. ബാക്കി നമുക്ക് ഒരു വിധി വരുന്ന സമയത്ത് നോക്കാം. എന്തായാലും താങ്കൾക്കുണ്ടായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 8-ാം പ്രതിക്ക് നൽകിയ പിന്തുണ അത് പിൻവലിക്കുകയാണ് അല്ലേ? അതെ, തെളിയട്ടെ. അതുവരെ കാത്തിരിക്കാം. ആ പിന്തുണ പിൻവലിക്കുന്നു. ഓക്കെ.